നമ്മളങ്ങനെ ഏറെ കാലമായി കാത്തിരുന്ന സംഭവം നടന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണറായ മാഗ്നം ഇസ് ഔട്ട്. അങ്ങനെ നമ്മൾ മാഗ്നം നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിട്ട് പോയിട്ടുണ്ട്. നീണ്ട 12 വർഷത്തിന് അവരെ പ്രയത്നം. നല്ലോണം ആദ്യമൊക്കെ നല്ലൊരു ടീം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നെ മാഗ്നം ആയാലും എന്തൊക്കെ സംഭവിച്ചിപ്പോ. പിന്നെ എന്താ പറയാ, ഒരു കപ്പ് പോയില്ല. 12 കൊല്ലം ഒരു സൂപ്പർ കപ്പ് പോലും നേടാൻ പറ്റിയില്ല നമുക്ക്. നല്ല സ്കോഡ് ഉണ്ടായിട്ടും മറ്റുണ്ടായിട്ടും ഇവര് ബിസിനസിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു കമ്പനി ആയിരുന്നു മാഗ്നം. ആദ്യമൊക്കെ ഒരു നല്ല ഒരു എന്താ പറയാ, നമുക്കൊരു പ്രതീക്ഷ അതിനെങ്കിലും പിന്നെ മാഗ്നത്തിന്റെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ കാണാൻ തുടങ്ങി. അങ്ങനെ മാഗ്നം മിസ് ഔട്ട്. മാഗ്നം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയിരിക്കുകയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓണേഴ്സ് ആരാച്ചാല് നമ്മുടെ യൂസഫ് അലി സാറുടെ മരുമകനായ സംഷീർ കഴിക്കാണ്. നമ്മൾ സംഷീറിന്റെ എന്തൊരു കമ്പനി കഴിക്കാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു മലയാളി ഓണറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയതായി വന്നിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരാധകരുടെ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും ഇവരെ കുറിച്ച് നമുക്ക് അധികം അറിയില്ല ഡീറ്റെയിൽസ്. ഇവരൊരു ഫുട്ബോൾ ക്ലബിന്റെ ഓണറായിട്ട് മുന്നിൽ പ്രവർത്തിച്ചില്ല എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇവരെ പറ്റി നമുക്ക് അധികം അറിയില്ല. അതുകൊണ്ട് ഇവരെ ഭാഗത്ത് തന്നെ എന്തെങ്കിലും തെറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് അവരോട് നേരിട്ട് സംസാരിക്കണം. കാരണം വെച്ചാൽ അവർ മലയാളി, നമ്മൾ പറയുന്നത് മനസ്സിലാവും. ഈ മാഗ്നം വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ അയക്കേണ്ട അങ്ങനത്തെ കുറെ സംഭവം വന്നായിരുന്നു. ഇതാണ് നമുക്ക് മലയാളത്തിലെ തെറി പറയാൻ പറ്റും. അങ്ങനെയാണ് ഉദ്ദേശിച്ച സംഭവം. ഓക്കെ, അങ്ങനെ മാഗ്നം മിസ് ഔട്ട്. ഇനി യൂസഫ് അലിയുടെ മരുമകനായ സംഷീർ നായിക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർ. ഇപ്പൊ അറിയാൻ പറ്റുന്ന റൂമേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ ചീഫ് എക്സിക്യൂട്ടീവ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ അഭിക് ചാറ്റർജി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരുന്നു കഴിക്കാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മിക്കവാറും ഈ ഒരു സീസണും കൂടി ആയിരിക്കും. കാരണം എക്സ്പീരിയൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നിട്ട്. പിന്നെ മറ്റേ ISL തന്നെ കുറെ ആയി തരുന്നത് ആ ചങ്ങായി നിൽക്കുന്നത്. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് കഴിക്കാൻ നമ്മളത് അഭിക് ചാറ്റർജി പോകാനും കരോളീസ് പോകാനും ഒക്കെ നമ്മൾ കുറെ പ്രയത്നിച്ച് കഴിക്കുകയാണ്. ഇത് നമ്മുടെ ഫാൻസിന്റെ വിജയമാണ്. നമ്മൾ ഫാൻസ് ആയാലും പിന്നെ കുറെ മഞ്ഞപ്പടയായാലും പിന്നെ കുറച്ച് എന്താ പറയുക, ഇപ്പം യൂട്യൂബേഴ്സ് നമുക്കിപ്പം പറയേണ്ട കുറെ ആളുണ്ട്. അവരോടൊക്കെ പ്രയത്നം കൊണ്ട് കാണിക്കുകയാണ് ഇപ്പൊ മാഗ്നം ഔട്ടായത്. നമ്മൾ പറഞ്ഞാലും ഇപ്പൊ പലതും സംഭവിക്കുന്നു ഇപ്പൊ മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് മാഗ്നത്തിന്. നമ്മൾ കളി കാണാൻ പോകാത്തതിലും പിന്നെ കളി കാണാൻ പോകാത്തതും കളി നമ്മൾ ബഹിഷ്കരിച്ചതും മഞ്ഞപ്പട ബഹിഷ്കരിച്ചത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ മാഗ്നം ഔട്ടായത്. ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവർ തന്നെ ആവുകയും നമുക്ക് സ്ഥിരം കപ്പിലായിട്ട് നിൽക്കാനും. ഇപ്പൊ നമ്മളെ ഈ സംഷീറിനെ കുറിച്ച് നമുക്ക് അധികം അറിയില്ല. എനിക്ക് മിക്കവാറും തോന്നുന്നത് ഒരു നല്ല നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല നിലയിൽ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. നല്ല പ്ലേയേഴ്സിനെ വാങ്ങി നല്ലൊരു ചീഫ് എക്സിക്യൂട്ടീവിനൊക്കെ വെച്ച് സ്പോർട്ടിംഗ് ഡയറക്ടറൊക്കെ വെച്ച് നമ്മുടെ ടീമിനെ മെച്ചപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇപ്പം പറയാൻ പറ്റുന്ന എനിക്കിപ്പം ആഗ്രഹമില്ല വെച്ചാൽ നമ്മൾ ഈ സീസൺ കളിക്കുന്നുണ്ട് ISL. അതുകൊണ്ട് നമ്മളെ പ്ലെയർ NDI ഫാലോ പിന്നെ ഫ്രാഞ്ചോക്ക് ഓൾറെഡി പോയി ഗോവയിലേക്ക്. NDI ഫാലോ പിന്നെ ഇപ്പം ആരൊക്കെ പറയാ, നമ്മളെ കോച്ചായ ആഷ്ലി വെസ്റ്റ്വുഡ്, അവരൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ആഗ്രഹം വരും. എന്നാൽ നമുക്ക് അടുത്ത സീസണിലേക്ക് കുറച്ചും കൂടി നല്ലതാണ് മുന്നോട്ടേക്കുള്ള യാത്രയിൽ. ഓക്കെ, നല്ല നല്ല സൈനിങ്സ് ഒക്കെ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അതിലൊരു സാഡ് ന്യൂസ് എന്ന് വെച്ചാൽ നമ്മളെ ജംഷഡ്പൂർ FC ഏതാണ്ട് 2017 തൊട്ട് ISL കളിക്കാൻ തുടങ്ങിയ ഒരു ക്ലബ്ബും കഴിക്കാണ് ജംഷഡ്പൂർ FC. ഏതാണ്ട് റിച്ച് ക്ലബ്ബും കഴിക്കായിരുന്നു. ഒരു എന്താ പറയാ, കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ പിന്നെ നോർത്ത് ഈസ്റ്റ് അങ്ങനത്തെ ഒരു ക്ലബ്ബ് പോലത്തെ ഒരു ക്ലബ്ബ് തന്നെയാണ്. സ്വന്തം സ്റ്റേഡിയം ഉണ്ട്, പിന്നെ ഒരു നല്ല ഫാൻസ് ഉണ്ട്, നല്ല ഫാൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്, നല്ല ക്ലബ്ബ് കഴിക്കാണ്. എന്താ അറിയില്ല, അവർ ISL നിന്ന് ഒഴിവായിരിക്കുകയാണ്. ഇനി ജംഷഡ്പൂർ FC ISL കാണാൻ സാധിക്കില്ല. പക്ഷെ അവര് ക്ലബ്ബ് കൂട്ടിയൊന്നുമില്ല, അവർ അക്കാദമിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നായി പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊരു സാഡ് ന്യൂസ് കാണിക്കുകയാണ്. ബട്ട് ഇന്റർ കാശി FC കളിക്കുന്നതായി പറയാൻ കഴിഞ്ഞിരിക്കുന്നത് ISL ഈ സീസണ്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഡയമണ്ട് ഹവർ FC കളിക്കുമോയെന്ന് അറിയില്ല. മുഹമ്മദ് നസീർ റെലഗേറ്റ് ആയോ എന്നറിയില്ല. ഒന്നിനൊരു കൺഫർമേഷൻ വരാനുണ്ട്. ഏതാണ്ട് ഒക്ടോബർ പാതിയോടെ തന്നെ ISL തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഞാൻ. തുടങ്ങുമായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ISL അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാം. ബൈ ബൈ.